വളരെ ഞാനിന്ന് പാവയ്ക്ക അച്ചാർ ഇടാമെന്ന് ഓർത്തു. കാരണം ഇവിടെ ഒത്തിരി പാവയ്ക്ക കിട്ടിയായിരുന്നു. ഇവിടെ ഇങ്ങനെ റെയറാണ് പാവയ്ക്ക കിട്ടാറ്. അപ്പോൾ പാവയ്ക്ക അരിയാണ്, കുറച്ച് വലുപ്പത്തിലരിയണം. കാരണം അച്ചാറിനാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഉപ്പും അതുപോലെ തന്നെ ചൊറുക്ക വിനാഗിരിയും ചേർത്ത് ഇളക്കി 1/2 മണിക്കൂർ വയ്ക്കണം. ഓക്കെ. പിന്നെ ഉപ്പിടണം. ഓക്കെ 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 ഇട്ടിട്ട് എടുക്കുക. ഉപ്പ് ചേർത്ത് കുറച്ച് ചൊറുക്ക ഒഴിക്കണം. ചൊറുക്ക വിനാഗിരി. ഓക്കെ. ഞാൻ പാവയ്ക്ക അരിഞ്ഞ് വെച്ചത്, അതുപോലെ തന്നെ ഉപ്പും ചുരുക്കിയൊക്കെ ചേർത്ത് വെച്ചത്, അത് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടും. കണ്ടോ, അതിൻ്റെ വെള്ളമാണത്. ഞാൻ ആ പാവയ്ക്ക ഇപ്പോൾ ഒന്ന് വറുത്തെടുക്കുകയാണ്. കണ്ടോ, വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇത് വറുത്തെടുക്കുകയാണ്, വെളിച്ചെണ്ണ വറുത്തെടുക്കുക. ഓക്കെ, വറുത്ത് കഴിയാറായി. കണ്ടോ, ഇത്രയുണ്ട്. ഇങ്ങനെ വറുത്ത് എടുത്തിട്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, കണ്ടോ. ഓക്കെ, പാവയ്ക്ക പിക്കിൾ, പാവയ്ക്ക അച്ചാർ റെഡിയായി. കണ്ടോ, ഞാൻ പിന്നീട് മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. വറുത്തെടുത്തതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ